ഹായ് എവരി വൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് ലോയിലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. നമുക്ക് എക്സാം വരെയാണ്. സോ അതിന് മുന്നേ നമുക്ക് ഒരു റാപ്പിഡ് ആയിട്ടുള്ളൊരു റിവിഷൻ, ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ എക്സാമിന് കവർ ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 1 by 1 പാർട്ടായിട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ എടുത്തിട്ട് നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ. അതിൽ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ഇൻ ബിസിനസ് ലോ. ബിസിനസ് ലോസിൽ നമ്മൾ കോൺട്രാക്റ്റ് എന്താ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺട്രാക്റ്റ് എന്താണ്, അത് ആരൊക്കെ തമ്മിലാണ് മേക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്. ഏതൊക്കെയാണ് ആ കോൺട്രാക്റ്റിൻ്റെ ടൈപ്പ് എന്ന്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിന് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കണം. ഏതൊരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മളോട് എക്സാമിന് ചോദിച്ചാലും ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നതിന് ഹെൽപ്ഫുള്ളാണ്. സോ ഫസ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. കോൺട്രാക്റ്റ് ഏതൊക്കെ രീതിയിൽ എന്തിൻ്റെയൊക്കെ ബേസിലാണ് കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ്റെ ബേസിസിൽ, അതായത് ഇപ്പം നമുക്കറിയാം 2 വ്യക്തികൾ തമ്മിൽ, 2 പാർട്ടീസ് തമ്മിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടേം ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ റിട്ടൺ ഫോമിലോ അല്ലാതെയോ എഴുതി തയ്യാറാക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയാം. 2 ആളുകൾ തമ്മിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു കോൺട്രാക്റ്റ് വയ്ക്കാം. സോ ഈ കോൺട്രാക്റ്റ് ഏതൊക്കെ തരത്തിലുണ്ട്? ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ കോൺട്രാക്ട്സിനെ നമ്മൾ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് കോൺട്രാക്റ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേംസ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ. അതായത് ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ക്ലിയർ ആയിട്ട് ബൈ വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ റിട്ടൺ എഴുതി തയ്യാറാക്കിയ ഫോമിലോ ഒരു കോൺട്രാക്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഒരു കോൺട്രാക്റ്റിലെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കുക. ദ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആർ കോൾഡ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ നമ്മളൊക്കെ ഓരോ ജോലിക്കൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളും ആ ഒരു കമ്പനിയും തമ്മിൽ നമ്മൾ ഒരു കോൺട്രാക്റ്റ് വെക്കാറുണ്ട്. അതിലെല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പറയാറുണ്ട്. അങ്ങനെ ഒരു റിട്ടൺ എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ് വെക്കുകയാണെങ്കിൽ അതിനെ എന്താണ്? കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ. രണ്ടാമത്തത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ കണ്ടക്റ്റ് ഓർ സർക്കുംസ്റ്റാൻസസ്. അതായത് 2 വ്യക്തികൾ തമ്മിൽ അവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ചില സർക്കുംസ്റ്റാൻസസ് സാഹചര്യത്തിൻ്റെ ബേസിസിലോ അവരുടെ ഇടയിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. അവിടെ നമ്മൾ റിട്ടൺ ഫോമിൽ എഴുതി തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആളോട് നമ്മൾ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. 2 ആളുകൾ തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഇടയിൽ ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ബേസ്ഡ് ഓൺ സർട്ടൈൻ കണ്ടക്റ്റ് ഓർ സർക്കുംസ്റ്റാൻസസ്, ചില സാഹചര്യങ്ങളുടെയും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൻ്റെയൊക്കെ ബേസിസിൽ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റഡ് ആവുക. എക്സാമ്പിൾ പറയുന്നുണ്ട്, ബോർഡിംഗ് എ ബസ് ഇംപ്ലൈസ് ആൻ എഗ്രിമെൻറ്റ് ടു പേ ദി ഫെയർ. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ബസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫെയറും കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മളും ആ ബസ്സിലെ ഓണേഴ്സ് അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു എംപ്ലോയീസും തമ്മിൽ നമ്മളൊരു കോൺട്രാക്റ്റ് ഒന്നും വയ്ക്കുന്നില്ല. ആ ബസ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർട്ടൈൻ എമൗണ്ട് ഫെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ബസ് ഫെയർ ആയിട്ട്. സോ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയും.
ഇനി അവിടെ വരുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ക്വാസി കോൺട്രാക്റ്റ്. ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് നോട്ട് എ റിയൽ കോൺട്രാക്റ്റ്. ആക്ച്വലി അവിടെ ഉള്ള ഒരു കോൺട്രാക്റ്റ് അല്ല, നിലവിൽ കറൻ്റ്ലി ഇപ്പോൾ ഉള്ളൊരു കോൺട്രാക്റ്റ് അല്ല ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബട്ട് ഇമ്പോസ്ഡ് ബൈ ലോ ടു പ്രിവെൻറ്റ് അൺജസ്റ്റ് എൻറിച്ച്മെൻറ്റ്, അവിടെ നിയമപ്രകാരം ഉണ്ടായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുക? ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയാം. നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് പറഞ്ഞതുപോലെ തന്നെ അവിടെ നമ്മുടെ കണ്ടക്റ്റിലൂടെ സർക്കംസ്റ്റാൻസസിലൂടെയെല്ലാം അവിടെ നിയമത്തിലൂടെ നമ്മുടെ ഇടയിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ക്രിയേറ്റഡ് ആവുകയാണെങ്കിൽ, അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുക? ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കുക. എ പേഴ്സൺ മിസ്റ്റേക്കൺലി പേയ്സ് മണി ടു അനദർ ആൻഡ് ക്യാൻ റിക്കവർ ഇറ്റ്. നമ്മളിപ്പോൾ മിസ്റ്റേക്കിലൂടെ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പൈസ കൊടുത്തുപോയി. അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് തിരിച്ചു തരികയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാഷ് അറിയാതെ മറ്റൊരാൾക്ക് കൊടുത്തുപോയി. ഇപ്പോൾ നമ്മളൊക്കെ ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്, ഫോൺ പേ ആയാലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മിക്ക ആളുകളും അറിയാതെ നമ്പർ മാറിയിട്ടോ അല്ലെങ്കിൽ പേര് മാറിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വേറൊരാൾക്ക്, നമ്മൾ ആക്ച്വലി പേയ്മെൻറ്റ് ചെയ്യേണ്ട ആൾക്കല്ലാതെ മറ്റൊരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. അത് പിന്നീട് എന്ത് ചെയ്യാറുണ്ട്? അവർ നമുക്ക് തിരിച്ചു തരാറുമുണ്ട്. അവിടെ നമ്മുടെ ഇടയിൽ ഒരു കോൺട്രാക്റ്റ് ഒന്നും നമ്മൾ വെക്കുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അറിയാതെ ക്യാഷ് നിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവും, അപ്പോൾ നീ എനിക്കത് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മളും ആ ഒരു അനദർ പേഴ്സണും തമ്മിലൊരു കോൺട്രാക്റ്റ് ഒന്നും വെക്കുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഫണ്ടും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സാറ്റിസ്ഫൈഡ് ആവുക. മറ്റൊരാളുടേത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ നമ്മുടെ ലോ നമ്മളോട് പറയണത്. അപ്പോൾ അങ്ങനെ നിയമപ്രകാരം നമ്മുടെ ഇടയിലൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റഡ് ആവുകയാണെങ്കിൽ, ആക്ച്വലി അവിടെ നമ്മൾ റിയൽ ആയിട്ടൊരു കോൺട്രാക്റ്റ് വെക്കുന്നില്ല. പക്ഷേ നമ്മുടെ ആ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ മറ്റൊരാളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വേറൊരാളുടെ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ റിച്ച് ആവണം, അല്ലെങ്കിൽ അവരുടെ ക്യാഷും കൊണ്ട് നമ്മൾ റിച്ച് ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. അത് നിയമവിരുദ്ധമല്ലേ. അതാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് നോട്ട് എ റിയൽ കോൺട്രാക്ട് ബട്ട് ഇമ്പോസ് ബൈ ലോ. അപ്പോൾ 3 ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ വരുന്നത്. എക്സ്പ്രസ് കോൺട്രാക്റ്റും ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും. ഇനി ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ കോൺട്രാക്ട്സിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും പാർട്ട്ലി എക്സിക്യൂട്ടഡ് ആൻഡ് പാർട്ട്ലി എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും. ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ കോൺട്രാക്റ്റിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, പാർട്ട്ലി എക്സിക്യൂട്ടഡ് ആൻഡ് പാർട്ട്ലി എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. എന്താ പറയണത്? എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് പാർട്ടീസ് ഹാവ് കംപ്ലീറ്റ്ലി പെർഫോംഡ് ദെയർ ഒബ്ലിഗേഷൻ. ഒരു കോൺട്രാക്റ്റ് ആകുമ്പോൾ അവിടെ നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും. അതായത് ആ കോൺട്രാക്റ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. സോ ബോത്ത് പാർട്ടീസ്, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന 2 പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻ, അവരെന്ത് ചെയ്യാമെന്നാണോ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. മുഴുവനായിട്ട് അവർ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുക? എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു 2 വീലർ എന്ന് പറഞ്ഞൊരാൾക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് എനിക്കൊരു 50,000 റുപ്പീസ് അങ്ങേര് പേയ്മെൻറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. സോ അതിൽ ഞാൻ എൻ്റെ 2 വീലർ കൊടുക്കുന്നു, അയാൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നു. സോ ഞങ്ങൾ 2 പാർട്ടീസും ഞങ്ങൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒബ്ലിഗേഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. എക്സാമ്പിൾ ഉണ്ട് അവിടെ. ക്യാഷ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് വെയർ പേയ്മെൻറ്റ്സ് ആൻഡ് ഡെലിവറി ആർ കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാണ് അവിടെ. സോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു, അവർ നമുക്ക് പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ 2 പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻസ് എന്ത് ചെയ്തു? ഫുൾഫില്ല് ചെയ്തു, പെർഫോം ചെയ്തു. സോ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ബേസിസിൽ കോൺട്രാക്റ്റിന് വരുന്ന ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്.
രണ്ടാമത്തത് വരുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ലിഗേഷൻസ് ആർ യെറ്റ് ടു ബി പെർഫോംഡ് ബൈ വൺ ഓർ ബോത്ത് പാർട്ടീസ്. ചിലപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒബ്ലിഗേഷൻസ് അവർ പെർഫോം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, ഒരാളോ അല്ലെങ്കിൽ രണ്ട് പേരും അത് പെർഫോം ചെയ്യാതെ പെൻഡിങ് വെക്കുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയുക, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുക. ഒബ്ലിഗേഷൻസ് ആർ യെറ്റ് ടു ബി പെർഫോംഡ്, ഇനിയും പെർഫോം ചെയ്യാനാണ് ഒബ്ലിഗേഷൻസ് ബൈ വൺ ഓർ ബോത്ത് പാർട്ടീസ്. ചിലപ്പോൾ ഒരാളോ അല്ലെങ്കിൽ രണ്ട് പേരോ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാനിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ് എന്ന് പറയുക. എക്സാമ്പിൾ പറയുന്നുണ്ട്, എഗ്രിമെൻറ്റ് ടു സപ്ലൈ ഗുഡ്സ് നെക്സ്റ്റ് മന്ത്. ഗുഡ്സ് സപ്ലൈ ചെയ്യുക, അടുത്ത മാസം നമ്മൾ സപ്ലൈ ചെയ്യാം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് വെക്കുകയാണ്. അതാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. നമ്മൾ ഇപ്പോൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നില്ല, അടുത്ത മാസം സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ കോൺട്രാക്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. എക്സിക്യൂട്ടഡും എക്സിക്യൂട്ടറി നമ്മൾ പറഞ്ഞു. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നത് പാർട്ട്ലി എക്സിക്യൂട്ടഡ് ആൻഡ് പാർട്ട്ലി എക്സിക്യൂട്ടറി. അവിടെ എന്തായിരിക്കും, വൺ പാർട്ടി ഹാസ് പെർഫോംഡ് ബട്ട് ദി അതർ ഹാസ് നോട്ട്. കോൺട്രാക്റ്റിൽ എപ്പോഴും എത്ര ആളുകളുണ്ടായിരിക്കും, 2 ആളുകളുണ്ടായിരിക്കും. അതിൽ വൺ പാർട്ടി പെർഫോംഡ്, അയാൾ ചെയ്യാനുള്ള കാര്യം ചെയ്തു, മറ്റേ ആൾ ചെയ്യാനുള്ള കാര്യം ഇപ്പോഴും പെൻഡിങ് വയ്ക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് പാർട്ട്ലി എക്സിക്യൂട്ടഡ് ആൻഡ് പാർട്ട്ലി എക്സിക്യൂട്ടഡ് ആൻഡ് പാർട്ട്ലി എക്സിക്യൂട്ടറി. എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണ്, മിക്കപ്പോഴും നമ്മൾ കടത്തുന്ന സാധനങ്ങൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഗുഡ്സ് നമുക്ക് ഡെലിവറി ചെയ്യും, പേയ്മെൻറ്റ് പെൻഡിങ് ആയിട്ട് വെക്കും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് പാർട്ട്ലി എക്സിക്യൂട്ടഡ് ആൻഡ് പാർട്ട്ലി എക്സിക്യൂട്ടറി കോൺട്രാക്ട്. വൺ പാർട്ടി ഹാസ് പെർഫോംഡ് ബട്ട് ദി അതർ ഹാസ് നോട്ട് പെർഫോംഡ്. ഈ 3 ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് വരുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുക. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് നമ്മൾ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിയമവിധേയമായിട്ട് നമ്മളത് നടപ്പിലാക്കുന്നതിനെയാണ് എൻഫോഴ്സിബിലിറ്റി അല്ലെങ്കിൽ നിയമസാധ്യത ഉള്ളതിനെയാണ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറയും. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് വാലിഡ് കോൺട്രാക്റ്റാണ്. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കോൺട്രാക്ട്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ലീഗൽ റിക്വയർമെൻറ്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്താ പറയുക, വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. നിയമത്തിന് മുന്നിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന, നടപ്പിലാക്കാൻ പറ്റണം. അതേപോലെ തന്നെ ഒരു കോൺട്രാക്റ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറേ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എന്താ പറയുക, വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വാലിഡ് കോൺട്രാക്റ്റ് ആണ്. രണ്ടാമത്തത് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി വാലിഡ് ആയിരിക്കും. വാലിഡ് എന്ന് പറഞ്ഞാൽ നിയമസാധ്യതയുള്ളത് അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ അംഗീകരിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ വാലിഡ് കോൺട്രാക്റ്റിന്. ഇനി വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി വാലിഡ് ആയിരിക്കും. നമ്മൾ ആ കോൺട്രാക്റ്റ് വെക്കുന്ന അതിൻ്റെ തുടക്കത്തിൽ അതെന്താണ്, വാലിഡ് ആയിരിക്കും. ബട്ട് ലേറ്റർ ബിക്കംസ് അൺഎൻഫോഴ്സിബിൾ. പിന്നീട് ചില സാഹചര്യങ്ങൾ കാരണം അത് എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റാത്തതാവുകയാണെങ്കിൽ, അൺഎൻഫോഴ്സിബിൾ ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റാണ് എന്ത്, വോയിഡ് കോൺട്രാക്റ്റ്. നമ്മൾ കോൺട്രാക്റ്റ് വെക്കുന്ന സമയത്ത് അത് വാലിഡാണ്, അത് നിയമസാധ്യത ഉള്ളതാണ്, അതിന് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ ക്രൈറ്റീരിയാസും അത് പാലിക്കുന്നുണ്ട്. പക്ഷെ പിന്നീടത് അൺഎൻഫോഴ്സിബിൾ ആവുകയാണ്, നമുക്ക് കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺട്രാക്റ്റായിട്ട് മാറുകയാണ്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും.
അതായത് എക്സാമ്പിൾ പറയുന്നുണ്ട്, കോൺട്രാക്റ്റ് പെർഫോം ആൻ ഇമ്പോസിബിൾ ആക്ട്. ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിന് നമ്മളൊരു കോൺട്രാക്റ്റ് വെക്കുകയാണെങ്കിൽ അതെന്താണ്? വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ഇപ്പം നമ്മൾ, എൻ്റെ കയ്യിൽ ഒരു ഡോഗ് ഉണ്ട്, അതിന് ഞാൻ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറയുകയാണ്. ഓക്കെ, അവിടെ ഇനി ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോൺട്രാക്റ്റ് വെക്കുന്ന സമയത്ത് തന്നെ അതിന് നിയമസാധ്യതയുണ്ട്, ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ ക്രൈറ്റീരിയാസും പാലിക്കുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റാണ് ഇത് വാലിഡ് കോൺട്രാക്റ്റ്. അറ്റ് ദ സെയിം ടൈം വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് എൻഫോഴ്സിബിൾ ഫ്രം ദി ബിഗിനിങ്, തുടക്കം മുതലേ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എഗ്രിമെൻ്റ് വെക്കുന്ന സമയം മുതലേ അതിന് ഒരു നിയമസാധ്യതയില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. അത്തരത്തിലുള്ള എഗ്രിമെൻ്റാണ് എന്ത്? വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയും. നോട്ട് എൻഫോഴ്സിബിൾ ഫ്രം ദി ബിഗിനിങ്, തുടക്കം മുതലേ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അൺലോഫുള്ളായിട്ട് കൺസിഡറേഷൻ വാങ്ങിക്കൊണ്ട് നമ്മളൊരു എഗ്രിമെൻ്റ് വെക്കുകയാണ്. നിയമത്തിനെതിരായിട്ടുള്ള രീതിയിൽ ആരുടെയെങ്കിലും പൈസയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോലി വാങ്ങിത്തരാം എന്നൊരാൾ നമ്മളോട് പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് പൈസ അയാൾക്ക് കൊടുക്കുകയാണ്. അതൊക്കെ എന്താണ്? വോയിഡ് എഗ്രിമെൻ്റ് ആണ്, ഇല്ലീഗലാണല്ലോ. സോ അതാണ് വോയിഡ് എഗ്രിമെൻ്റ്. ഇനി അടുത്തത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സിബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. ഒരു പാർട്ടിയുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റാണ് എന്ത്? വോയിഡബിൾ കോൺട്രാക്റ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ 2 പേഴ്സൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് വോയിഡ് ആയിരിക്കും. കാരണം അതിൽ നമ്മൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ എൻ്റർ ചെയ്യുന്ന പാർട്ടിയുടെ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സമ്മതം. ഈ സമ്മതം നമ്മൾ വാങ്ങിയിട്ടുള്ളത് കൊയേഷനിലൂടെയോ ഫ്രോഡിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയൊക്കെ ആണെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ എഗ്രീവ്ഡ് പാർട്ടി, ആ കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തിട്ടുള്ള പാർട്ടി പറയുകയാണ്, ഈ കോൺട്രാക്റ്റ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം, ഇത് നമ്മൾ പകുതി വെച്ച് നിർത്തേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാം, എനിക്കിതിൽ വിരോധമൊന്നുമില്ല അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഒപ്പീനിയനും ഇല്ല എന്നൊക്കെ ആ പാർട്ടി എഗ്രി ചെയ്തിട്ടുള്ള പാർട്ടി പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുക? വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. എഗ്രി ചെയ്ത പാർട്ടിയുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് വാലിഡുമാക്കാം വോയിഡുമാക്കാം. ഇപ്പോൾ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചു. ആ സമയത്ത് അത് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. പിന്നീട് എനിക്ക് തോന്നുകയാണ് ഈ കോൺട്രാക്റ്റ് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് വാലിഡായിട്ട് മാറി. അറ്റ് ദ സെയിം ടൈം എനിക്കിതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല, ഈ കോൺട്രാക്റ്റ് ഇവിടെ വെച്ച് നിർത്തണം എന്ന് പറയാനുള്ളൊരു ഓപ്ഷനും എനിക്കുണ്ട്. അതിൽ എൻ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഗ്രി ചെയ്തിട്ടുള്ള പാർട്ടീസിൻ്റെ ഓപ്ഷൻ അനുസരിച്ച് വാലിഡും വോയിഡും ആക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റാണ് ഇത് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. ഇനി നമ്മുടെ അടുത്തത് 5ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർബിഡൻ ബൈ ലോ, നമ്മുടെ നിയമം എതിർക്കുന്ന, ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? നിയമസാധ്യത ഒട്ടുമില്ല, നിയമം സമ്മതിക്കാത്ത തരത്തിലുള്ള കോൺട്രാക്റ്റാണ് എന്ത്? ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഫ്രം ദി സ്റ്റാർട്ട്, വോയിഡ് ഫ്രം ദി സ്റ്റാർട്ട്. ആ കോൺട്രാക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ അതെന്താണ്? ഇല്ലീഗലാണ്, നിയമസാധ്യത ഇല്ലാത്തതാണ്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. എക്സാമ്പിൾ പറയുന്നുണ്ട്, എഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം. ഒരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ്. നമുക്കറിയാം അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയം മുതലേ അതെന്താണ്? ഇല്ലീഗലാണ്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഇനി ലാസ്റ്റ് വണ്ണാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ഇൻ സബ്സ്റ്റാൻസ് ബട്ട് കനോട്ട് ബി എൻഫോഴ്സ് ഡ്യൂ ടു സം ടെക്നിക്കൽ ഡിഫക്റ്റ്. കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും, പക്ഷേ ചില ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം അതെന്ത് ചെയ്യാണ്? നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതെ ആവുകയാണ്.
ഒരു കോൺട്രാക്റ്റ് ആകുമ്പോൾ അതിന് ഒരുപാട് ടെക്നിക്കൽ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാരണം അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. എക്സാമ്പിൾ പറയുന്നുണ്ട്, കോൺട്രാക്ട്സ് നോട്ട് പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് വെർ സ്റ്റാമ്പിങ് ഈസ് ലീഗലി റിക്വയർഡ്. സ്റ്റാമ്പിങ് മസ്റ്റായിട്ടുള്ളൊരു കോൺട്രാക്റ്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റാമ്പിങ് ചെയ്യാതെ അത് നമ്മൾ സബ്മിറ്റ് ആക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെ എന്ത് പറയും, അൺഎൻഫോഴ്സിബിൾ. കോൺട്രാക്റ്റ് വാലിഡ് ആണ്, പക്ഷേ ചില ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം അത് വോയിഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി, ഈ എൻഫോഴ്സിബിലിറ്റി മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി കോൺട്രാക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ ലീഗൽ റിക്വയർമെൻറ്റ്സും കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റാണിത് വാലിഡ് കോൺട്രാക്റ്റ്. ഇനി വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി വാലിഡ് ആയിരിക്കും, പക്ഷേ ലേറ്റർ വോയിഡായിട്ട് മാറുകയാണ്, പിന്നീട് വോയിഡായിട്ട് മാറുകയാണെങ്കിൽ അതിനെ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. പിന്നെ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, തുടക്കം മുതലേ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത, നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ വോയിഡ് എഗ്രിമെൻറ്റ്. ദാറ്റ് മീൻസ് ഒരു നിയമസാധ്യതയും ഇല്ലാത്ത എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിനെ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയും. ഇനി വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ കൺസെൻറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാലിഡും വോയിഡൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അത് ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി, ഒരാളുടെ സമ്മതപ്രകാരം. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. പിന്നെ ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ ഫോർബിഡൻ ബൈ ലോ, നമ്മുടെ നിയമത്തിനെതിരായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. പിന്നെ ലാസ്റ്റ് വൺ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആയിരുന്നു. അതെന്താണ്, കോൺട്രാക്റ്റ് വാലിഡ് ആണ്, ബട്ട് ഡ്യൂ ടു സം ടെക്നിക്കൽ എഫക്റ്റ് കോൺട്രാക്റ്റ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, ഇത്രയാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. അപ്പോൾ കോൺട്രാക്റ്റ് എന്താണ്, അതിന് ടൈപ്സ് ചോദിച്ചാൽ അല്ലെങ്കിൽ ടൈപ്സ് മാത്രമായിട്ട് ഒരു എസ്സേക്ക് ചോദിച്ചാലും ആദ്യം നമ്മൾ കോൺട്രാക്ട്സ് എന്താണെന്ന് എഴുതി കോൺട്രാക്റ്റിൻ്റെ മീനിങ്ങും ഡെഫിനീഷനും കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ കണ്ടൻറ്റിലേക്ക് വരും. അപ്പോൾ ഈ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.